പറയുന്നുണ്ട്. ഏതായാലും ഇവർ സൂപ്രണ്ടിന് പറയുന്ന പ്രകാരം, രേഖകൾ പ്രകാരം ഇവർ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ല എന്നാണ്, ചികിത്സക്ക് എത്തിയിട്ടില്ല എന്നാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. ശരി ഫൈസൽ, ഒരു തുടർ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണോ മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുള്ളത്? തീർച്ചയായും പോലീസ് സംഘങ്ങളുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസിന് സേനയെ വലിയ രീതിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിലായി വിവിധ ഗേറ്റുകളിലായി 2-3 ഗേറ്റുകളുണ്ട്. ആ ഗേറ്റുകളിലൊക്കെ തന്നെയും ഈ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ പോലീസിന്റെ കണ്ണു വെട്ടിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്ത് കയറിയത്. അത്തരം ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ തന്നെ ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. ശരി, നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയതാണല്ലോ വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അപ്പോൾ വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തുക തന്നെയായിരുന്നു ലക്ഷ്യം? വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തുക എന്നതിലുപരി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. അതായത് 3 പ്രവർത്തകർ മാത്രമാണ് അകത്തേക്ക് കയറിയത്. ഇവരുടെ കണ്ണുവെട്ടി, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള പോലീസിന്റെ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വിവിധ കവാടങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവരുടെയൊക്കെ കണ്ണുവെട്ടിച്ചാണ്, അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരുടെ ഉൾപ്പെടെ കണ്ണുവെട്ടിച്ചാണ് ഇവർ അകത്തേക്ക് കയറിയത്. 3 പേർ അകത്തേക്ക് കയറിയത്, ബാക്കിയുള്ളവർ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. അത് അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കൂടുതൽ പോലീസുകാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി അവർക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുക, അതായത് ഈ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുക മാത്രമല്ല, ആരോഗ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. ചികിത്സാ വീഴ്ചയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്.